കുവൈത്തിൽ എത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് വൻ വരവേൽപ്പ്. മൻസൂരിയയിലെ അൽ അറബി ഇൻഡോർ സ്റ്റേഡിയത്തിലെ സ്വീകരണത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. 2 ദിവസത്തെ സന്ദർശനത്തിന് ശേഷം മുഖ്യമന്ത്രി UAE-യിലേക്ക് തിരിച്ചു. സലിം കോട്ടയിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നമ്മളിപ്പോൾ ഉള്ളത് മൻസൂറിയ അൽ അറബി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. ഇവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വീകരണ യോഗം നടക്കുന്നത്. ഞങ്ങൾ മലയാളികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങളിവിടെ വന്നേക്കുന്നത് ഭയങ്കര ആവശ്യത്തോടു കൂടിയാണ് ഇവിടെ ഞങ്ങൾ എല്ലാവരും കൂടിയിരിക്കുന്നത്. മുഖ്യമന്ത്രി നല്ല ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു കുവൈറ്റിലേക്ക്. കേരള സംസ്ഥാനത്തിന്റെ വികസനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ കുവൈറ്റിലേക്ക് വരുന്നതിന് അതിസ്വാഗതമായി സ്വാഗതം ചെയ്യുന്നു. ആയിരക്കണക്കിന് മലയാളി പ്രവാസികളാണ് മുഖ്യമന്ത്രിയെ കേൾക്കുവാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. 2 ദിവസ സന്ദർശനത്തിനായി കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് മുഖ്യമന്ത്രി കുവൈത്തിലേക്ക് എത്തിയത്. ഈ സന്ദർശന പരിപാടിയുടെ ഭാഗമായി പോയ ഇടങ്ങളിലെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലുള്ള മലയാളി കൂട്ടായ്മയാണ് കാണാൻ കഴിയും. മുഖ്യമന്ത്രി മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ വന്നതിനേക്കാളും വ്യത്യസ്തമായി വലിയ ജനപങ്കാളിത്തത്തോടുകൂടി കുവൈറ്റിലെ എല്ലാ മലയാളികളും ഏറ്റെടുത്ത ഒരു വലിയ സ്വീകരണ പരിപാടിയാണ് ഇവിടെ നടന്നത്. എല്ലാ മേഖലകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ മലയാളികളുടെ ഒരു പരിചയം തന്നെയായിരുന്നു ഈ പരിപാടി വന്നിരുന്നത്. ഡയറക്റ്റ് ഫ്ലൈറ്റ് കോഴിക്കോട് കണ്ണൂരൊന്നും ഇല്ലാത്തൊരു അവസ്ഥയാണ് ഞങ്ങൾ ഫേസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ലെങ്കിലും ഇങ്ങനെയെങ്കിലും മീഡിയ വഴിയെങ്കിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. തുടർന്ന് കുവൈത്ത് ആഭ്യന്തരമന്ത്രിയുമായും ധനകാര്യമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ചകൾ നടത്തി. ജുമേറ ഹോട്ടലിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഘടനാ നേതാക്കളുമായും വ്യാപാര പ്രമുഖരുമായും അദ്ദേഹം കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. നിരവധി പ്രവാസി സംഘങ്ങൾ മലബാറിലെ യാത്രാ ദുരിതമടക്കമുള്ള നിരവധി വിഷയങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. UDF അനുകൂല സംഘടനകൾ മുഖ്യമന്ത്രി 2 ദിവസത്തെ സന്ദർശനം വഞ്ചനാ ദിനമായാണ് ആചരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഗൾഫ് പര്യടനം നടത്തുന്നതെന്നാണ് UDF സംഘടനകൾ ആരോപിക്കുന്നത്. ഞാനൊരു കോൺഗ്രസ് അനുഭാവിയാണ്. പക്ഷേ മുഖ്യമന്ത്രിൻ്റെ എല്ലാവരും ഒരു തെരഞ്ഞെടുപ്പ് ഗിമുക്കായിട്ട് തന്നെയാണ് നമ്മൾ ഇത് കാണുന്നത്. പ്രവാസ ലോകത്ത് ധാരാളം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് കുവൈത്ത് മലയാളീസ്, പ്രത്യേകിച്ച് വടക്കൻ മലബാറിലുള്ള ആൾക്കാർ. കണ്ണൂരിൽ നിന്നും കോഴിക്കോട് ഇപ്പോൾ ഫ്ലൈറ്റില്ല, എത്രയോ പ്രാവശ്യമായിട്ട് പറയുന്നു. KMCC, OICC പോലുള്ള UDF അനുകൂല സംഘടനകൾ അണികൾക്ക് വ്യക്തമായ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് വ്യക്തമായ നിർദ്ദേശം നൽകിയതാണ് റിപ്പോർട്ടുകളുള്ളത്. ഇന്ന് വെള്ളിയാഴ്ച രാത്രിയോടെ തന്നെ മുഖ്യമന്ത്രി UAE-യിലേക്ക് തിരിക്കും.